ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വളരെ സിമ്പിളായൊരു ഡോൾ കേക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഈ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് 2 സ്പോഞ്ച് കേക്കും പിന്നെ അല്പം വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമുക്കൊരു ഡോളുമാണ് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് ഏത് സ്പോഞ്ച് കേക്കും ഉപയോഗിക്കാം. വാനില സ്പോഞ്ച് കേക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കോ ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ പോയി കാണുക. ഡോൾ കേക്ക് തയ്യാറാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 2 വാനില സ്പോഞ്ച് കേക്കാണ്. ഈ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണണം. ഇതിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ പോയി കാണുക. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരല്പം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ കേക്ക് ബോർഡ് ഇതുമേ പറ്റി പിടിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ മുകളിൽ നിന്നും തെന്നി മാറും. ഞാനിപ്പോൾ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിനെ നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിൽ ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്തതുപോലെ ഷുഗർ സിറപ്പ് നല്ല പോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു ഡോളാണ്. ഈ ഡോളിൻ്റെ കാല് നമുക്ക് നല്ല പോലെ ടാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരല്പം ചെരിച്ചും കൊണ്ട് ഇതിനെ കേക്കിൻ്റെ അകത്തേക്ക് പതുക്കെ ഇറക്കി വെക്കണം. ഇപ്പം ഞാൻ ഡോളിനെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനെ മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനിയും ഡെക്കറേഷൻ ചെയ്യാനുള്ളതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കേക്കിനെ മുഴുവനായിട്ടും ഞാൻ ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ അല്പം വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ പിങ്ക് കളർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിവശത്തും ചെറുതായിട്ടൊരു ബോർഡർ പോലെ ഫ്ലവർ വരച്ചു കൊടുക്കാം.
ഇനിയിപ്പോൾ ഞാനൊരല്പം യെല്ലോ കളർ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടും ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇപ്പം ഞാൻ കേക്കിനെ മുഴുവനായിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോൾ കേക്ക് ഡെക്കറേഷൻ മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.